കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് കർണാടകയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടകയിൽ DK ശിവകുമാറിനെയാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷെ അവിടെ സിദ്ധരാമയ്യ വന്നു, MLA മാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ. സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം, ഞാൻ കർണാടകയിൽ ജീവിച്ച ഒരാൾ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് കർണാടകയിൽ കുറച്ചൊക്കെ പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള നിലയിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. പോയിന്റ് നമ്പർ 1, അവിടെ ജനങ്ങൾ വോട്ട് ചെയ്തത് സിദ്ധരാമയ്യക്കായിരുന്നു. പോയിന്റ് നമ്പർ 2, MLA മാരുടെ സപ്പോർട്ട് സിദ്ധരാമയ്യക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ സിദ്ധരാമയ്യെ വെട്ടി DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അവിടുത്തെ ജനങ്ങൾ മുഴുവൻ വോട്ട് ചെയ്തത് സിദ്ധരാമയ്യക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ജനവികാരമായിരുന്നു അവിടുത്തെ ഫാക്ടർ. അതോടൊപ്പം തന്നെ പിന്നെ പറയുന്നൊരു കാര്യമാണ്, തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയെ ഈ പറയുന്ന പോലെ അദ്ദേഹം ഓപ്പോസിഷൻ ലീഡർ അല്ലായിരുന്നു, ഡയറക്റ്റ് വന്നിട്ട് CM എന്ന്. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെയും ജനങ്ങൾ രേവന്ത് റെഡ്ഡിക്ക് ഒപ്പമായിരുന്നു. ഇനിയും കേരളത്തിലേക്ക് വരാം. കേരളത്തിലെ സാഹചര്യത്തിൽ ആരാണ് ജനങ്ങൾ, ആരുടെ ഒപ്പമാണ് ജനങ്ങൾ എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം VD സതീഷിനൊപ്പമാണ്. പക്ഷെ ഇവിടെ MLA മാർ ആരുടെ ഒപ്പമാണ്? KC വേണുഗോപാലിനൊപ്പമാണ്. അപ്പോൾ ഈ KC വേണുഗോപാലിനോടൊപ്പം MLA മാർ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് ചിന്തിച്ചു നോക്കണം. പവറാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യയിലെ 2ാമത്തെ പൊസിഷനാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അതായത് AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ തൊട്ട് താഴെയുള്ള പോസ്റ്റ്. അപ്പോൾ ഈ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ മുഴുവൻ നിയമിച്ചതും അല്ലെങ്കിൽ അവരെ മുഴുവൻ നിയന്ത്രിച്ചതും അവർക്ക് ഫണ്ട് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടയാളും, ഫണ്ട് കൊടുക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടയാള് എന്ന് പറയുന്നത് കാരണം പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തല്ലോ, സംഘടന കൊടുക്കേണ്ട പൈസ സംഘടന കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പ്ലേസ് ചെയ്ത ഒരാള് അയാളോട് കാണിക്കുന്ന ഒരു മിനിമം കടപ്പാടാണ് ഇവിടുത്തെ നേതൃത്വം കാണിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് KC വേണുഗോപാലും മുഖ്യമന്ത്രിയൊക്കെ, അത് ദേശീയ രാഷ്ട്രീയത്തിൽ നൽകുന്ന സന്ദേശം എന്താണ് മാത്രം ചിന്തിച്ചു നോക്കുക. ഇനിയും ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒന്നും കിട്ടാനില്ല, ഒന്നും ഉണ്ടാക്കാനില്ല, ഇവിടെ വന്നിട്ട് ഇരുന്നാൽ മതി, ഇവിടെയാണ് അതിലും ബെറ്റർ എന്നൊരു സന്ദേശമല്ലേ നൽകുന്നത്. ഇതേ സാധനമല്ലേ അശോക് ഗെഹ്ലോട്ട് കാണിച്ചത്. 2021, 22, 23 എന്താണ് രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിന് തൊട്ടു മുമ്പ് AICC പ്രസിഡന്റ് സ്ഥാനമാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടങ്ങുന്ന കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ആർക്ക് കൊടുത്തത്? ഗെഹ്ലോട്ടിന് ഓഫർ ചെയ്ത്. എന്താണ് ഗെഹ്ലോട്ടിന്റെ റിപ്ലൈ? എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം മതി. അതായത് AICC പ്രസിഡന്റ്, അതായത് ഈ രാജ്യത്തെ കോൺഗ്രസിനെ ഭരിക്കുന്ന AICC പ്രസിഡന്റ് മുകളിലാണ് മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള സന്ദേശമല്ലേ ഗെഹ്ലോട്ട്. എന്നിട്ട് എന്തായി? രാജസ്ഥാനിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയി, ഗെഹ്ലോട്ട് ഇപ്പോൾ വീട്ടിയിരിക്കുന്നു. ഈ സംഭവം തന്നെ കേരളത്തിലുണ്ടാവും. അത് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് ഈ കഴിഞ്ഞു പോയ 2 മാസം മുമ്പ് പോയ തെരഞ്ഞെടുപ്പ് നൽകിയ സന്ദേശം എന്താണ്? തലശ്ശേരി, തളിപ്പറമ്പ്, ധർമ്മടം, ഇതൊക്കെ നൽകിയ ബാലുശ്ശേരി, ഇതൊക്കെ നൽകിയ കോഴിക്കോട് സീറ്റുകൾ, തൃശ്ശൂരെ സീറ്റുകൾ ഒക്കെ നൽകിയ സന്ദേശം എന്താണ്? ഒരുത്തന്റെയും കോട്ടയല്ല, ഒരു സീറ്റും ജനങ്ങളാണ് ആര് ജയിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നതാണ്. അതായത് ഇവിടെ VD സതീഷിനെ വെട്ടിക്കൊണ്ട്, VD സതീഷിനെ മാറ്റി നിർത്തിക്കൊണ്ട് KC വേണുഗോപാൽ ഇവിടെ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ KC വേണുഗോപാൽ ജയിക്കൂ. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയുന്ന കേസാണ് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം, VD സതീശനാണ് ഞങ്ങൾ വോട്ട് ചെയ്തത്. നിങ്ങൾ ചുമ്മാ അങ്ങനെ തോന്നാത്ത ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം ചെയ്യുക, വീടിന്റെ വെളിയിലോട്ടിറങ്ങി മുന്നിൽ കാണുന്ന ആളോട് ചോദിക്കുക ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെന്ന്. ഒരിക്കലും KC വേണുഗോപാലിന്റെ പേര് പറയില്ല, ഒരിക്കലും KC വേണുഗോപാലിന്റെ പേര് പറയില്ല. അവർ പറയുന്നത് VD സതീഷിന്റെ പേരായിരിക്കും. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം PV അൻവർ പറഞ്ഞ പോലെ 2021 തെരഞ്ഞെടുപ്പിൽ ഒരു 10,000 വോട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ എക്സ്ട്രാ ആയിട്ട് എല്ലാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഫാക്ടർ വർക്ക് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2026 വരുമ്പോൾ എല്ലാ മണ്ഡലത്തിലും ഒരു 15,000 വോട്ട് VD സതീശൻ ഫാക്ടറായിട്ട് UDF കാൻഡിഡേറ്റിന് ലഭിച്ചിട്ടുണ്ട്. അത് ചിഹ്നമല്ല, അത് പാർട്ടിയല്ല, UDFന്റെ കാൻഡിഡേറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്നോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെന്നോ അല്ലെങ്കിൽ RSP സ്ഥാനാർത്ഥിയെന്നോ കേരള കോൺഗ്രസ് എന്നോ CMP എന്നോ അനൂപെന്നോ ഒന്നും നോക്കാതെ എല്ലാവർക്കും എക്സ്ട്രാ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അത് VD സതീഷിന് കിട്ടിയ വോട്ടുകളാണ്. അത് ഈ ജയിച്ച സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഫണ്ട് തന്നതും നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കിയതൊക്കെ ആരാണെങ്കിലും നിങ്ങൾ ജയിച്ചതിലൊരു പങ്ക് VD സതീഷിനുണ്ട്, VD സതീഷിന്റെ ഇമേജിനുണ്ട്. അപ്പോൾ അങ്ങനെ ജനങ്ങൾ ഇഷ്ടപ്പെട്ട് വിജയിപ്പിച്ച, ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരാളെ മാറ്റി നിർത്തുന്നു. ഓർക്കുക, VD സതീഷിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ VD സതീശൻ മന്ത്രിസഭയിൽ പോലും വന്നെന്ന് വരില്ല. അപ്പോൾ VD സതീഷിന് അനുകൂലമായി ഒരു വികാരം ഉണ്ടാവും. നിങ്ങൾ ചിന്തിക്കുന്നത് 2 ദിവസം കഴിഞ്ഞാൽ ഈ വികാരമെല്ലാം അങ്ങ് കെട്ടോളും എന്നാണ്. പക്ഷെ അത് നിങ്ങൾ ചിന്തിക്കുന്നത് പിണറായി വിജയന്റെ കാര്യത്തിലുണ്ടായ പോലെ 5 വർഷം കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ സ്ട്രോങ് ആയി. അതാണോ ഇവിടുത്തെ സാഹചര്യം? ഒരു വലിയ വികാരം സതീഷിനൊപ്പം വരും. ഉപതെരഞ്ഞെടുപ്പ് നടക്കണ്ടേ? അല്ലാതെ വന്ന് KC വേണുഗോപാലിന് ഇവിടുത്തെ മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ? ഇല്ല. ഉപതെരഞ്ഞെടുപ്പ് നടക്കും. എവിടെ മത്സരിക്കും? ഇരിക്കൂർ മത്സരിക്കുമായിരിക്കും. അല്ലെങ്കിൽ എവിടെ മത്സരിക്കും? ആലപ്പുഴ മത്സരിക്കുമായിരിക്കും. ഇരിക്കൂറായാലും ആലപ്പുഴയായാലും അമ്പലപ്പുഴയായാലും ഏത് സീറ്റായാലും
ഏത് കോട്ട സീറ്റിലാണെന്ന് പറഞ്ഞാലും അവിടെ വോട്ട് ചെയ്യുന്നത് ജനങ്ങളാ. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം വോട്ട് ചെയ്തു. ഒന്നാമത്തെ കാര്യം, മത്സരിപ്പിച്ച് ജയിച്ചു വന്ന അവരൊരാളെ ഇഷ്ടപ്പെട്ട് അവർ വോട്ട് ചെയ്ത ആളെ മാറ്റി ഒരു കാരണവും ഇല്ലാതെ രാജിവെപ്പിച്ച് മത്സരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അണ്ണത്തിക്കലാണ്. ഒന്ന്. രണ്ട്, അങ്ങനെ ഒരാളെ മാറ്റി നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകൾ. മൂന്ന്, രാജ്യസഭാ MP ആയിരിക്കുന്ന സമയത്ത് രാജിവെച്ച് ലോക്സഭാ MP ആയ, അതിനുശേഷം അങ്ങനെയായ ഒരാള് രാജിവെച്ച് വീണ്ടും ഇവിടെ വരുമ്പോൾ നിയമസഭയെ മത്സരിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? അങ്ങനെ വരുമ്പോൾ അതിന്റെ ചെലവുകൾ ആര് വഹിക്കും? പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്? ആലപ്പുഴ. കഴിഞ്ഞ വട്ടം ശോഭാ സുരേന്ദ്രൻ എങ്ങനെയാണ് ആലപ്പുഴ പെർഫോം ചെയ്തത്? എത്രമാത്രം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ കൂട്ടിയത്? BJP കാൻഡിഡേറ്റ് ആണ്. ഈ വട്ടവും ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കത്തില്ലേ? ശോഭാ സുരേന്ദ്രൻ വോട്ട് കൂടില്ലേ? അത് മാത്രമല്ല, ആരായിരുന്നു KC വേണുഗോപാൽ ലോക്സഭയിൽ? ഒരു സാധാരണ MP ആയിരുന്നു. ഒരു ചുമ്മാ അവിടെ ഇരിക്കുന്ന MP ആയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വലത്തുഭാഗത്ത് രാഹുൽ ഗാന്ധിയുടെ മനമറിഞ്ഞ് സംസാരിച്ച ഒരാൾ, അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ട് കേട്ടോ ഈ പാർലമെന്റിൽ, ഈ ലോക്സഭയിൽ ഏറ്റവും ശക്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന, ഏറ്റവും പെർഫോം ചെയ്തിരുന്ന നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ നേരെ കൈ ചൂണ്ടി സംസാരിച്ച തന്റെ ഇടമുള്ള നേതാവ് തന്നെയായിരുന്നു KC വേണുഗോപാൽ. അത് ഈ പറയുന്ന വനിതാ സംവരണ ബില്ലിലടക്കം അതിനകത്തെ കൊള്ളരുതായ്മകളടക്കം ചൂണ്ടിക്കാണിച്ച് പ്രസംഗിച്ച ആൾ തന്നെയാണ് ഈ പറയുന്ന KC വേണുഗോപാൽ. ആ KC വേണുഗോപാൽ ഇങ്ങോട്ട് വരുമ്പോൾ അതിന് പകരം വേറെ ആരെങ്കിലും അങ്ങോട്ട് വിടുന്നത് ശരിയാണോ? അതുപോലെ ഒരാളെ കിട്ടുമോ രാഹുൽ ഗാന്ധിയുടെ മനം പറഞ്ഞ്? അതല്ല, അതിന് പകരം KC വേണുഗോപാലിന് പകരം ആ സീറ്റിൽ ഒരു BJP കാൻഡിഡേറ്റ് ജയിച്ചാൽ ഉണ്ടാകുന്ന സാഹചര്യം എന്താണ്? ഇതിനെല്ലാം അപ്പുറം ഒരു വലിയ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാം, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവിടെ ആരെങ്കിലും പറഞ്ഞോ കോൺഗ്രസ് തിരിച്ചു വരുമെന്ന്? ഇവിടെ ആരെങ്കിലും ചിന്തിച്ചോ കോൺഗ്രസ് തിരിച്ചു വരുമെന്ന്? പൊതുവെ എല്ലാവരും പറഞ്ഞ കോൺഗ്രസ് തീർന്നു, കോൺഗ്രസ്സുകാരെല്ലാം BJPയിലേക്ക് പോകും, അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM വേഴ്സസ് BJP. എന്നിട്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് 5 വർഷം കൊണ്ട് കോൺഗ്രസ് പോലൊരു പാർട്ടി അധികാരത്തിലേക്ക് വന്നെങ്കിൽ, അതും 100 സീറ്റ് പിണറായി വിജയൻ, അതായത് പീക്ക് പിണറായി വിജയന് അടിക്കാൻ പറ്റാത്ത സെഞ്ചുറി അടിച്ച് അതുക്കും മേലെ 102 സീറ്റ് നേടി അധികാരത്തിൽ വന്നെങ്കിൽ, ആ 100 സീറ്റ് നേടും എന്ന് നിശ്ചയദാർഢ്യത്തോടെ 100 എന്ന് ആദ്യം തൊട്ട് പറഞ്ഞ കേരളത്തെ അറിഞ്ഞ ഒരു നേതാവ് ഇങ്ങോട്ട് നോക്കൂ. 2021 മുതൽ വന്നേക്കുന്ന തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നോക്കണം. തൃക്കാക്കര നടക്കുന്നു, ഉമാ തോമസ് വിജയിച്ചില്ലേ? ഇരട്ടിയാവുന്നോ 3 ഇരട്ടിയാവുന്നോ പറയുന്നു, അത് സംഭവിച്ചില്ലേ? അതിനുശേഷം പുതുപ്പള്ളിയിലേക്ക് വരുന്നു, അവിടെ എത്ര ഇരട്ടിയായിട്ടാണ് മാറി? 9,000 ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ ഭൂരിപക്ഷത്തിന് 37,000 മാറുന്നത്, വർദ്ധിച്ചില്ലേ? പാലക്കാട് എന്തായി? വിജയിച്ചില്ലേ? നിലമ്പൂരേക്ക് വരൂ, PV അൻവർ വില പേശി നിന്നപ്പോ അൻവർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. ഞാൻ നടക്കും ആ സമയത്ത് അൻവറിനെ കൂടെ നിർത്തണമെന്ന് ചിന്തിച്ച ഒരാളാണ്. പക്ഷെ അൻവറിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് വിജയിച്ചില്ലേ? ആ അൻവറിനെ മുട്ടുകുത്തിച്ച് പിന്നെ കാല് പിടിപ്പിച്ച് UDFൽ എടുപ്പിച്ചില്ലേ? അത്രയേറെ പക്വതയോടെ. നിങ്ങൾ പറയും പക്വതയില്ല എന്നാണ് ഇവിടെ കുറെ പേര് പറയുന്നത്. രാഷ്ട്രീയ പക്വത എന്ന് പറയുന്ന പാർട്ടിയെ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുന്നതും സാഹചര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. അത് VD സതീശൻ ഉണ്ടായിരുന്നു. അത് കാലാകാലങ്ങളായിട്ട് VD സതീശൻ കാണിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നോക്കൂ, കേരളത്തിലെ VD സതീശൻ അല്ലാതെ വേറെ ഏതെങ്കിലും നേതാവ് കോൺഗ്രസ് 100 സീറ്റ് നേടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും നേതാവ്? ഒരു നേതാവിനെ കാണിക്കാവോ? നിങ്ങൾ മാധ്യമങ്ങൾ എടുത്തു ചോദിക്കുമ്പോഴും, മാധ്യമങ്ങൾ റിസൾട്ട് വരുന്നതിന് തലേ ദിവസം പോലും 100 സീറ്റ് നേടുമെന്ന് പറയുമ്പോൾ വിജയിക്കും 85, 75 എന്താ പറയുക? VD സതീശൻ പറഞ്ഞ 100 സീറ്റിലധികമാണ് UDF നേടിയത്. ഒരു കൂട്ടം ചെറുപ്പക്കാർ വരുമെന്ന് പറഞ്ഞു, വന്നു. ഇതിന്റെ എല്ലാം ബേസിക് ആയിട്ട് 2006 VS അച്യുതാനന്ദൻ തരംഗം എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സംഭവം അടിച്ചു. 2006 ആ തരംഗം അടിച്ചു. 2016 ഈ പറയുന്ന പിണറായി വന്നപ്പോഴും VS അച്യുതാനന്ദൻ തരംഗം അടിച്ചു. ആ സമാനമായിട്ടുള്ളൊരു തരംഗം കേരളത്തിൽ അടിച്ചു. അത് VDS തരംഗമാണ്. ആ തരംഗത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പുതിയ കാൻഡിഡേറ്റിനെ കൊണ്ട് ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് പ്രതിഷ്ഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് ചെയ്ത മുഴുവൻ ജനങ്ങളെയും കബളിപ്പിക്കുന്ന പരിപാടിയായി പോകും. അതുമല്ല, വലിയൊരു കാര്യം ചിന്തിക്കണം. ഞാൻ പറയുന്ന 2015 UDFന്റെ വിജയമായി ഞാൻ കൺസിഡർ ചെയ്യാത്ത ഒരാളാണ്. കഷ്ടപ്പെട്ട് ഈ പറയുന്ന കഷ്ടിക്ക് കഴിഞ്ഞുകൂടി, അങ്ങനെ കഴിഞ്ഞുകൂടിയെങ്കിൽ, അങ്ങനെ കടന്നു പോയെങ്കിൽ ഈ പറയുന്ന അന്ന് ഭരിച്ചോണ്ടിരുന്ന പാർട്ടിക്കാണ് അതിന്റെ മുഴുവൻ ക്രെഡിറ്റും. അത് ഏത് പാർട്ടിയാണെന്ന് പറഞ്ഞാലും ആ പാർട്ടിക്കാണ് ക്രെഡിറ്റ്. അന്ന് 72, 68 അപ്പൊ 68 സീറ്റ് ഭരണത്തിൽ ഇരുന്ന പാർട്ടി നേടിയിട്ടുണ്ടെങ്കിൽ അവർ സക്സസ്ഫുൾ ആണ്. ജസ്റ്റ് ഭരണത്തിൽ വന്നേ ഉള്ളൂ. 2001 ശേഷം, അല്ലെങ്കിൽ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, 2004 18-2 CPM കേരളം അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചതിന് ശേഷം
കോൺഗ്രസിൽ നിന്ന് പോയ സകല സോഷ്യൽ ഗ്രൂപ്പുകളും കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത്. ഈ പറയുന്ന നമ്മൾ മുഴുവൻ ചാനലുകളും പറഞ്ഞില്ലേ കോൺഗ്രസിന് വിജയിക്കാൻ പറ്റില്ലെന്ന് എണ്ണം പറഞ്ഞ സകല സീറ്റിലും വിജയിച്ചു. കാസർഗോഡെയും കണ്ണൂരെയും കോഴിക്കോട്ടെയും കൊല്ലത്തെയും അടക്കമുള്ള കൊല്ലം പോലുള്ള ജില്ലകളിലൊക്കെ എന്ത് കമ്പാക്കാണ് കോൺഗ്രസ് നടത്തിയത്. അപ്പോൾ അതിന്റെ എല്ലാം ആധാരം ഒരു വി ഡി സതീശൻ ഫാക്ടർ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫാക്ടറി സാധാരണ ആൾക്കാർ വോട്ട് ചെയ്യാൻ പോയപ്പോൾ കണ്ടത് ഒരു സൈഡിൽ പിണറായി വിജയനെയും ഒരു സൈഡിൽ വി ഡി സതീശനാണ് കണ്ടത്. അപ്പൊ ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ വി ഡി സതീശൻ മതിയെന്ന് തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ വി ഡി സതീശൻ വോട്ട് ചെയ്തു. അങ്ങനെ വോട്ട് ചെയ്തിട്ട് അവസാനം വേറൊരാൾ വന്ന് ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ, ഭയങ്കര റോങ് ആണ്. അത് ഈ MLA-മാര് തന്നെ ചിന്തിക്കണം. നിന്നെയൊക്കെ കണ്ടിട്ടല്ല, വി ഡി സതീശനെ കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്ന ഫാക്ടർ. കുറെ ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്, കുറെ ആൾക്കാർ അവരുടെ മികവ് കൊണ്ട് വിജയിച്ചിട്ടുണ്ട്, ഇല്ലാന്നല്ല പറയുന്നത്. കുറെ ആൾക്കാർ അവരുടെ പെർഫോമൻസ് കൊണ്ട്, അവർ ആ മണ്ഡലം നോക്കിക്കൊണ്ട്, അവരൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളിടത്ത് വി ഡി സതീശൻ ഫാക്ടർ വർക്കായിട്ടുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ വി ഡി സതീശൻ ഫാക്ടർ വർക്കായിട്ടുണ്ട്. വി ഡി സതീശനൊപ്പം അതോടൊപ്പം തന്നെ ടീം യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭരണത്തിലേറിയും. അല്ലാതെ ടീം കോൺഗ്രസ് എന്നോ ടീം മുസ്ലിം ലീഗ് എന്നോ ടീം കേരള കോൺഗ്രസ് ജോസഫ് എന്നോ ടീം അനൂപ് ജേക്കബ് എന്നോ പറഞ്ഞാണോ, അല്ലെങ്കിൽ ടീം CMB എന്നോ ടീം PV അൻവർ എന്നോ പറഞ്ഞാണ് ഇവിടെ ഭരണത്തിലേറി. അല്ല, ഇവിടെ ടീം UDF എന്ന് പറഞ്ഞ അധികാരത്തിലേറി. ടീം UDF-നെ ആര് ഭരിക്കണോ ടീം UDF തീരുമാനിക്കണം. ഇലക്ഷന് ശേഷം മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെയും ഒക്കെ തുണി പൊക്കി കാണിക്കുന്ന പരിപാടി മോശമാണ്. എല്ലാ ടീം UDF എന്ന് പറഞ്ഞ അധികാരത്തിലേക്ക് വരുമ്പം ടീം UDF തന്നെയാണ് തീരുമാനിക്കേണ്ടത് ആര് മുഖ്യമന്ത്രിയാണോ. സകല ഘടകകക്ഷികളോടും ചോദിക്കണം. കാരണം ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പേടി കാണും. ഘടകകക്ഷികൾ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടികളാണ്. അവർക്കറിയാം ഇവിടുത്തെ ജനങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് എന്ത് സന്ദേശമാണ് നൽകുന്നത്? വൃത്തികെട്ട സന്ദേശമല്ല നൽകുന്നത്. ഈ പാർട്ടി ഈ ജനങ്ങളെ മൊത്തം കബളിപ്പിച്ചുകൊണ്ട് വേറൊരാളെ കൊണ്ട് പ്രൊജക്ട് ചെയ്ത നാളെ ഏതൊരു ഇലക്ഷൻ ജയിക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, നാളെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവിടെ വേറെ ഒരു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ വെക്കണ്ടേ? ഒരു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്ക് എത്ര നാളെടുക്കും ഈ സ്ട്രക്ചറും ഈ പരിപാടിയും പഠിച്ചു വരാൻ? KC വേണുഗോപാൽ 2019-ലോ 2018-ലോ എങ്ങാണ്ടാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആകുന്നത്. അതിനുശേഷം എത്ര നാളെടുത്തു ആൾ ഇതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് ഈ പറയുന്ന സെറ്റപ്പിലേക്ക് വരാൻ? ഇന്ന് ഇന്ത്യ രാജ്യത്തെ എല്ലാ പാർട്ടിയും എല്ലാ സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാരും അയാളെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അതിന് 6-7 വർഷം എടുത്തു. ഇനിയും പുതിയ ഒരാൾ വരാൻ സമയമുണ്ടോ? ഇത് വർഷം 2026, 3 വർഷമേ ഉള്ളൂ. 3ാമത്തെ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. 3 വർഷം കഴിയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുതിയ സംഘടനാ സംവിധാനമായിട്ട് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ കോൺഗ്രസിനും രാജ്യത്തെ കോൺഗ്രസിനും ഇവിടുത്തെ സാധാരണക്കാരനും ഏറ്റവും നല്ല തീരുമാനം വി ഡി സതീശനെ കേരളത്തിനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വി ഡി സതീശനെ കേരളത്തിനെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ പാർട്ടി രക്ഷപ്പെടും, രാജ്യത്തെ പാർട്ടി രക്ഷപ്പെടും, കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടും. അതല്ലാതെ ജനങ്ങളെ മൊത്തം പൊട്ടന്മാരാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട ഏറ്റവും മണ്ടത്തരമായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഏതർത്ഥത്തിൽ ഇവിടെ കൊണ്ട് KC വേണുഗോപാലിനെ പ്ലേസ് ചെയ്യുന്നു. KC വേണുഗോപാൽ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റു പോവാണെങ്കിലോ? KC വേണുഗോപാൽ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് ആലപ്പുഴയില് കോൺഗ്രസ് പാർട്ടി തോറ്റു പോവാണെങ്കിലോ? എന്തൊരവസ്ഥയായിരിക്കും? BJP ആണ് ആലപ്പുഴ ജയിക്കുന്നതെങ്കിലോ? ഇങ്ങനെ വെച്ച് പന്താടാനുള്ളതാണ് ജനങ്ങളുടെ പൈസ. എത്ര ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരും? അതായത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 2024 ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് രാജ്യസഭ MP അല്ലായിരുന്നോ KC വേണുഗോപാൽ? 2024 രാജ്യസഭ MP സ്ഥാനം വെച്ചിട്ട് ആ രാജ്യസഭ MP സ്ഥാനം ആരാ കൊണ്ടുപോയെ? രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ MP ആയിട്ടുള്ള KC വേണുഗോപാൽ കേരളത്തിലും ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോ അവിടുത്തെ സീറ്റാണ് ആരാണ് കൊണ്ടുപോയത്? BJP. പരിശോധിച്ചു നോക്കൂ, BJP ആണ്. 2024 അങ്ങനെ KC വേണുഗോപാൽ പോകുന്നു. അതേ KC വേണുഗോപാൽ 2026 വന്നിട്ട് ഇവിടുന്ന് മത്സരിക്കുമ്പോൾ ആരാണ് ഇവിടുത്തെ സ്ഥാനം കൊണ്ടുപോകാനായിട്ട് പോകുന്നത്? BJP കൊണ്ടുപോയാൽ പറ്റില്ലേ? അതുപോലെ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താ? ഇവന്മാരൊന്നും ഒരു കാലത്ത് ഉറച്ചു നിൽക്കാൻ പോകുന്നില്ല എന്ന്. തോന്നുമ്പോൾ എല്ലാം തോന്നുന്നിടത്തെല്ലാം മത്സരിക്കുമെന്ന്. നാളെ ആലപ്പുഴയിലെ ഏതെങ്കിലും ജില്ലാ പഞ്ചായത്തിലോട്ട് വേക്കൻസി വന്ന് അവിടെ പോയി KC വേണുഗോപാൽ മത്സരിക്കും അവിടുത്തെ പ്രസിഡന്റ് ആകാനായിട്ട്? ഇല്ലല്ലോ. ഞാൻ KC വേണുഗോപാൽ എന്ന് പറയുന്ന ലീഡറെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നല്ല റെസ്പെക്ട് ഉള്ള ആളാണത്. അയാൾ ഈ രാജ്യത്തെ കോൺഗ്രസിന് വേണ്ടി ഒരുപാട് കാര്യം ചെയ്തു. പക്ഷെ അയാളെ മുന്നിൽ നിർത്തി കളിക്കുന്ന ആരായാലും വീണ്ടും പറയുന്നു, KC വേണുഗോപാലിനെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അയാളെ മുന്നിൽ നിർത്തി ഈ കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് രാജ്യത്തെ കോൺഗ്രസിന് അപകടകരമായിട്ടുള്ള കളിയാ.